എനിക്ക് വരുന്ന DM-കളിലെ ഏകദേശം 75%-ലധികം ആൾക്കാരെ ഈ രാജ്യത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും അതിന്റെ വിസ ഫോർമാലിറ്റീസ് എല്ലാം അന്വേഷിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നവരാണ്. പക്ഷെ സത്യം പറയട്ടെ, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് അല്ല. അതുകൊണ്ട് പൊതുവെ ആർക്കും ഞാൻ റെസ്പോൺസ് കൊടുക്കാറില്ല. ആൻഡ് ഐ അപ്രീഷിയേറ്റ് എവ്രിവൺ ഹു റീച്ച് ഔട്ട് ടു പീപ്പിൾ ലൈക്ക് മീ. കാരണം ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു പ്രോഗ്രസ് നേടാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം പേരും എബ്രോഡ് ലൈഫ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല. ലീഗൽ കാര്യങ്ങളിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പരിമിതികൾ ഉണ്ടെങ്കിലും ഇത്രയും കാലം ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരെ ഇവിടെയും നാട്ടിലും ഒബ്സർവ് ചെയ്തതിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, 2 ടൈപ്പ് ആളുകളുണ്ട്. ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്ത് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം ഉള്ള ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആളുകൾ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലെ 90% ആൾക്കാരും അടുത്ത പേ ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അത് അവരുടെ കുഴപ്പമല്ല, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ പേ ചെക്ക് ടു പേ ചെക്ക് ആണ്. ഈ വിഭാഗം ആളുകൾ ഭയക്കുന്നതും പണത്തിന് തന്നെയാണ്. ഇൻ കേസ് ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകം നാളെ ഇല്ലെങ്കിൽ എങ്ങനെ വീടിന്റെ റെന്റോ മോർഗേജോ മറ്റ് എക്സ്പെൻസുകളോ നമ്മൾ മീറ്റ് ചെയ്യും എന്നുള്ള ഭയം. ഈ ഒരു ഫ്ലോവിൽ പോവാത്ത ഒരു രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇവര് മിഡിൽ ക്ലാസ് തന്നെയാണ്, പക്ഷെ അവർക്ക് പണത്തിന് ഭയമില്ല. ബിക്കോസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന്റെ പേരാണ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം. ഇവര് ഒരു ജോലിക്ക് പകരം 2ഉം 3ഉം ജോലികൾ എടുക്കും. ആ സൈഡ് ഹസിൽ ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മോണിറ്റൈസ് ചെയ്ത് അതിനെയും ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് ആക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളവരായിരിക്കും. ആൻഡ് യു നോ വാട്ട്, ഈ കാറ്റഗറി ഓഫ് ആളുകൾക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്. നാളെ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം കുറച്ച് കോംപ്രമൈസ്ഡ് ആയാലും ദേ വിൽ സ്റ്റിൽ ബാലൻസ് ലൈഫ്. ഇങ്ങനെയുള്ളവര് ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ആളുകൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് പ്രോബബ്ലി ഒരു 10 വർഷം എടുക്കുമായിരിക്കും. പക്ഷേ ഈ സെക്കൻഡ് കാറ്റഗറി ഓഫ് ആളുകൾക്ക് അതിന്റെ പകുതി സമയം മതി. സോ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് ഫൈനാൻഷ്യൽ സക്സസിന്റെ ഡെഫിനിഷനേ അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിംഗ് ദ ടൈം ആൻഡ് ദ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ദാറ്റ് യു ഹാവ്. എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, പകരം ഒരു ഒറ്റ ജോലിയിൽ നിന്നല്ലാതെ ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് കൊണ്ടിട്ടാലും നിങ്ങൾ സെറ്റ് ആവും. ലെറ്റ്സ് ഡു സംതിങ് ക്വിക്ക്. ഒരു സൈഡ് ഹസിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലീവ് എ കമന്റ്. ലെറ്റ് പീപ്പിൾ നോ അബൌട്ട് ഇറ്റ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിൽഡ് എ കമ്മ്യൂണിറ്റി ഓഫ് സൈഡ് ഹസ്ലേഴ്സ് ക്രിയേറ്റിംഗ് ഫൈനാൻഷ്യൽ ഫ്രീഡം ടുഗെദർ.